ഹലോ, നമസ്കാരം. ഞാൻ രമ്യ സന്തോഷ്. നമ്മുടെ കയ്യിലുള്ള ആ പഴയ പെയിന്റ് ടിന്നോ ബിസ്ക്കറ്റ് ടിന്നോ വെച്ച് നമുക്ക് ഒരു ഉഗ്രൻ പൊടിയെടുപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ടിന്നിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തു മാറ്റാം. ടിന്നിൻ്റെ താഴെ വശത്തായി വിറക് വയ്ക്കാൻ പാകത്തിന് ഒരു ചെറിയ ദ്വാരം നിർമ്മിക്കാം. സുഹൃത്തുക്കളെ, ചേട്ടൻ ശസ്ത്രക്രിയ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ചെറിയ ഹോൾ നിർമ്മിച്ചാൽ സംഗതി പകുതി വിജയിച്ചു. ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള അറപ്പ് പൊടി ആവശ്യമനുസരിച്ച് നനച്ചെടുക്കാം. പൊടിയുടെ നനവ് കൂടാനും കുറയാനും പാടില്ല. കൂടിയാൽ നനവ് മൂലം നമുക്ക് അടുപ്പ് കത്താതെ നീറി പുകഞ്ഞിരിക്കുകയുള്ളൂ. നനവ് കുറഞ്ഞാൽ അത് പെട്ടെന്നങ്ങ് കത്തിത്തീരും. ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 3 ഇഞ്ചോളം സൈസുള്ള ഒരു പൈപ്പാണ്. ടിന്നിൻ്റെ താഴെ വശത്തായി വിറക് വയ്ക്കുവാനുള്ള ദ്വാരത്തിൽ ഞങ്ങൾക്ക് വയ്ക്കാൻ കിട്ടിയത് ഒരു മേശയുടെ കാലാണ്. അതിനുള്ളിലേക്ക് നനച്ചു വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ നിറച്ചെടുക്കാം. നമ്മുടെ കുറ്റിയെടുപ്പ് ഉണ്ടാക്കുമ്പോൾ വെറുതെ പൊടി വാരി നിറച്ചാൽ പോരാ, അതിലൊരു പഴയകാല എഞ്ചിനീയറിംഗ് ഒളിച്ചിരിപ്പുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അടുപ്പിനുള്ളിൽ പൊടി നിറയ്ക്കുമ്പോൾ നല്ല ഉശിരൻ ഇടി കൊടുത്ത് തന്നെ വേണം ഉറപ്പിക്കാൻ. എത്രത്തോളം ഈ പൊടി ഇടിച്ചമർത്തുന്നുവോ അത്രത്തോളം സമയം ഈ അടുപ്പ് കത്തും. ഇടിയുടെ കാഠിന്യം പോലിരിക്കും അടുപ്പിന്റെ ആയുസ്. നടുവിൽ വെക്കുന്ന പൈപ്പുണ്ടല്ലോ, ആ പൈപ്പാണ് നമ്മുടെ അടുപ്പിന്റെ നട്ടെല്ല്. ഒരു വശത്തേക്ക് പോലും ചെരിയാൻ സമ്മതിക്കല്ല്. പൈപ്പ് ചെരിഞ്ഞാൽ അടുപ്പിന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറും. ആ വശം കൂടുതൽ കത്തും, ബാക്കി ഭാഗം വെറുതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ സിസ്റ്റം മൊത്തം ഔട്ട്. അങ്ങനെ നമ്മുടെ അധ്വാനം അവസാന ഘട്ടത്തിലേക്ക്. പൊടിയൊക്കെ നന്നായി ഉറച്ചു കഴിഞ്ഞാൽ നടുവിൽ വെച്ചിരിക്കുന്ന പൈപ്പ് സാവധാനം ഊരിയെടുക്കാം. ദാ കണ്ടോ, നമ്മുടെ നാടൻ ഹൈടെക് അടുപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ശേഷം നമുക്ക് ഈ പൊടിയൊന്ന് ലെവലാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ചുള്ളിക്കമ്പോ ചൂട്ടോ വെച്ച് നമുക്ക് തീ കൊടുക്കാം. അടുപ്പ് പെട്ടെന്ന് കത്തിക്കിട്ടാൻ ഒരു ടിപ്പുണ്ട്. തീ കത്തിയതിനു ശേഷം 1 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഒന്ന് ഇട്ടു നോക്കൂ, പിന്നെ കാണാം പൂരം. തീ ആളിക്കത്താൻ ഈ പഞ്ചസാര വിദ്യ നിങ്ങളെ സഹായിക്കും. ഗ്യാസ് അടുപ്പിനെ പോലും തോൽപ്പിക്കുന്ന വേഗത്തിൽ നമ്മുടെ കുറ്റിയെടുപ്പ് കത്തുന്നത് കണ്ടോ? ഈ പഞ്ചസാര വിദ്യ ഇതിനു മുമ്പ് ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. പാത്രം വെക്കാൻ സൗകര്യത്തിന് ത്രികോണാകൃതിയിലുള്ള ഒരു കമ്പി കൂടി വെക്കുന്നതോടെ നമ്മുടെ അടുപ്പ് ഒരു മിനി സ്റ്റൗ പോലെ ആയി. ഇതിന്റെ ഗുണം എന്താണെന്നല്ലേ? പാത്രം ചെരിയുകയോ മറിഞ്ഞു വീഴുകയോ ചെയ്യില്ല. തീ പാത്രത്തിന് ചുറ്റും കൃത്യമായി കിട്ടാൻ ഈ കമ്പി സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഫോളോ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.